ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളിലെ മഞ്ഞ നിറം അല്ലെങ്കിൽ ജോണ്ടിസിനെ പറ്റിയാണ്. എന്താണ് ജോണ്ടിസ് അല്ലെങ്കിൽ എന്താണ് കുട്ടികളിലെ മഞ്ഞ നിറം, അത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഒരുപാട് പേരൻസ് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്ക് ബിൽറൂബിൻ കൂടുമോ അല്ലെങ്കിൽ എൻ്റെ കുട്ടീനെ ഫോട്ടോതെറപ്പിയിൽ വെക്കേണ്ടി വരുമോ, അങ്ങനെയുള്ള ഡൗട്ട് ചോദിക്കുന്ന ഒരുപാട് പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം കൂടെ ഉള്ളൊരു ഡൗട്ട് ക്ലിയറിങ്ങും കൂടെയാണ് ഈ ഒരു വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ബിൽറൂബിൻ ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ബേബീസിനെ പറ്റി ഞാൻ പറയാം. അതായത് 37 വീക്സ്, അതായത് ഫുൾ ടൈം ആയ ബേബീസ് ആണെങ്കിൽ അവർക്ക് 60 to 50%, 50 തൊട്ട് 60% വരെയും ബിൽറൂബിൻ ഉണ്ടാവാനും, അതുപോലെ തന്നെ പ്രീ ടൈം ബേബീസ് ആണെങ്കിൽ അവർക്ക് ഒരു 80%, അതായത് 80% മുകളിലോട്ട് ജോണ്ടിസ് ഉണ്ടാവാനുമുള്ള ചാൻസസ് ഉണ്ട്. ബ്ലഡിലെ ബിൽറൂബിൻ കൂടുന്ന അവസ്ഥയാണ് നമ്മൾ മഞ്ഞ നിറം അഥവാ ജോണ്ടിസ് എന്ന് പറയുന്നത്. ഈ ബ്ലഡിലെ മഞ്ഞ നിറം എന്തുകൊണ്ട് കൂടുന്നതെന്ന് വെച്ചാൽ ബേബീസിന് RBSന്റെ അളവ് അല്ലെങ്കിൽ RBS ബ്രേക്ക് ഡൗൺ ആകുന്നത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും അതർ ദാൻ അഡൽട്ട്സ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് CBCന്റെ ലെവല് കൂടുതലാണ്. ബേബീസിന് എപ്പോഴും അല്ലെങ്കിൽ ന്യൂ ബോൺസിന് എപ്പോഴും CBC ലെവല് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ലിവർ മെച്യൂരിറ്റിയും ഉണ്ടാവുന്നില്ല. അത് അവർക്ക് ലിവർ മെച്യൂരിറ്റി ഉണ്ടാവാൻ കാലതാമസം എടുക്കുന്നതിനാൽ കൂടെ ബിൽറൂബിൻ്റെ ലെവല് കൂടാനും അതുപോലെ തന്നെ ബിൽറൂബിൻ ഹൈ ആവാനുമുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ജോണ്ടിസും പത്തോളജിക്കൽ ജോണ്ടിസും ഉണ്ട്. ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് ന്യൂബോൺ ബേബീസ് ജനിച്ച് 24 hours ശേഷം ഉണ്ടാകുന്ന ജോണ്ടിസിനെയാണ് ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. പത്തോളജിക്കൽ ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേബീസ് ജനിച്ച് വിത്തിൻ 24 hours തന്നെ അവർക്ക് ജോണ്ടിസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ പത്തോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും. ജോണ്ടിസ് എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേബീസിൻ്റെ ബർത്ത് വെയ്റ്റും അതുപോലെ തന്നെ വീക്സും റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഏത് വീക്കിൽ ബേബി ജനിച്ചു അതുപോലെ തന്നെ എത്ര ബേബിയുടെ വെയിറ്റ് ഉണ്ട് അതിനനുസരിച്ചായിരിക്കും ജോണ്ടിസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണോ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ലാത്തതാണോ എന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ ടൈം ബേബീസിലാണെങ്കിൽ അറ്റ് ബർത്തിൽ <6 ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നോർമൽ ജോണ്ടിസ് ആണെന്ന് പറയും. അതുപോലെ തന്നെ 24 to 48 hours 10%, അതായത് <10ഉം അതുപോലെ തന്നെ 48 to 72 hours <12ഉം 3 to 5 days <15ഉം 1 week <1ഉമാണ് നോർമൽ റേഞ്ച് ആയിട്ടുള്ള നോർമൽ ബേബീസ്, അതായത് ഫുൾ ടൈം ബേബീസിൻ്റെ ഒരു ബിൽറൂബിൻ ലെവൽ എന്ന് പറഞ്ഞാൽ. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് ജോണ്ടിസിനെ കണ്ടെത്താം ചോദിച്ചാൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് കുഞ്ഞിൻ്റെ കണ്ണിൽ അതുപോലെ തന്നെ ബോഡി പാർട്സിലെല്ലാം യെലോയിഷ് കളർ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞിൻ്റെ ജോണ്ടിസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ TCB ചെക്കിംഗ് ഉണ്ട്. TCB ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്കിൻ ടു സ്കിൻ ചെക്ക് ചെയ്യുന്നതാണ്. അതൊരു സ്കിൻ ടെസ്റ്റാണ്. അതുവഴി നമുക്ക് കുഞ്ഞിൻ്റെ ജോണ്ടിസ് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ സെറം ബിൽറൂബിൻ ടെസ്റ്റ് ഉണ്ട്, ടോട്ടൽ സെറം ബിൽറൂബിൻ ടെസ്റ്റ്. അതുവഴിയും നമുക്ക് കുഞ്ഞിൻ്റെ ബ്ലഡ് എടുത്ത് അതിലൂടെ നമുക്ക് ചെക്ക് ചെയ്ത് കുഞ്ഞിൻ്റെ ജോണ്ടിസ് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഇനി ജോണ്ടിസിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെ പറ്റി പറയാം. ജോണ്ടിസിന് ഫോട്ടോതെറപ്പി ട്രീറ്റ്മെൻറ്റാണ് മോസ്റ്റ്ലി ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നത്. നോർമൽ റേഞ്ച് വരുന്നത് വരയ്ക്കും നമ്മൾ ഫോട്ടോതെറപ്പി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. SSPT, DSPT, TSPT അങ്ങനെ ഒരുപാട് ലൈറ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണ്. അതാണ് നമ്മൾ കൊടുക്കാറ്. പിന്നീട് ഇൻ കേസ് ആഫ്റ്റർ ഫോട്ടോതെറപ്പി കൊടുത്തതിന് ശേഷവും കുട്ടികളിൽ ജോണ്ടിസ് കൂടുതലായി വരികയാണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ബ്രെയിനെ അത് ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതാണ്. അതെല്ലാം ആസ് പെർ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനോടെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഓർഡറോടെ മാത്രമേ ചെയ്യാറുള്ളൂ. സം ബേബീസിൽ നമ്മൾ എക്സ്ട്രാ ഫീഡിങ്സ് കൊടുക്കാറുണ്ട്. ഇൻ കേസ് ബേബി അഡിക്വേറ്റ് ആയിട്ട് യൂറിനും മോഷനും പാസ് ചെയ്യുന്നില്ല എന്ന കണ്ടീഷനുകളിൽ, ഇൻ കേസ് നമ്മൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഫോർമുല ഫീഡിങ്സോ അല്ലെങ്കിൽ ബേബിക്ക് IV ഫ്ലൂയിഡ്സും നമ്മൾ കൊടുക്കാറുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് ജോണ്ടിസിൻ്റെ ലെവൽ ഒരു പരിധി വരേക്കും ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസോ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, താങ്ക് യു.